ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം പോൺസിൻ്റെ ക്രീം ആണ് പറ്റുന്നത്. പിന്നെ അതുപോലെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതൊരു 2-3 മാസമായിട്ടുള്ള ഈ ക്രീം യൂസ് ചെയ്തിട്ട്. മുന്നേ ഞാൻ നിവ്യയുടെ ക്രീമായിരുന്നു യൂസ് ചെയ്യാറ്. ഇതെനിക്ക് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് യൂസ്ഫുൾ തന്നെയാണ്. അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഐലൈനറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡേസ്ലറിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അത് സ്കെച്ച് ടൈപ്പാണ്. അത് സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഫോണിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാം. ഇത് അത്യാവശ്യം നല്ല വാട്ടർ പ്രൂഫ് തന്നെയാണ്. പിന്നെ നമ്മളൊരു ലിപ് ബാമാണ്, അത് ഹുഡ ബ്യൂട്ടിയുടെ. പിന്നെ നമ്മൾ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കസിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ലിപ് ബാം മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലിപ് ബാം തന്നെയാണ് യൂസ് ചെയ്യാറ്. ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ വലിയ മേക്കപ്പൊന്നുമില്ല, ജസ്റ്റ് ക്രീം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അതുപോലെ പൊട്ട് ഞാൻ ഡെയിലി തൊടാറുള്ള പൊട്ട് തന്നെയാണ്. പിന്നെ കസിൻ്റെ കൂടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ മേക്കപ്പിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഒരു വാച്ച് കിട്ടി, അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച വാച്ചായിരുന്നു. ആർലിക്കി എന്നാണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. പിന്നെ അതുപോലെ ഞാനൊരു റിങ്, സ്ഥിരം യൂസ് ചെയ്യാറുള്ള സിൽവറിൻ്റെ റിങ്ങും ഇട്ടു. പിന്നെ ജസ്റ്റ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്.